അമ്മയുടെ സുന്ദരി കുട്ടി വന്നല്ലോ. ഓടിയോ? എത്ര നേരം നോക്കിയിരിക്കുന്നത്. ചോറ് മൊത്തം എന്തെന്നാ? എന്തുണ്ടായിരുന്നു ഇന്ന് സ്കൂളിലെ വിശേഷം? എന്താ? ഞങ്ങളുടെ സ്കൂളിൽ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആണോ? മിഠായി കിട്ടിയാ? എത്ര ഉണ്ട്? 2. എന്നിട്ട് എന്താ തിന്നാഞ്ഞത്? ചക്കൻ ചേച്ചിയും കൂടെ കൊടുക്കാൻ. അയ്യടാ, നമുക്ക് ചോറ് ഉടുപ്പൊക്കെ അത് യൂണിഫോം ഒക്കെ മാറ്റിട്ട് പോവാം. അന്ന് പോയി ഓടിക്കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് വരണേ. സാധനം തരാം. ഇത് എവിടെന്ന് വാങ്ങിച്ചത്? ഞങ്ങൾ സ്കൂളിൽ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ തന്നെയാ. നല്ല രസമുണ്ട്. നിങ്ങളുണ്ടോ സ്കൂളൊക്കെ? എന്തോ? എന്റെ പിറന്നാള് ജൂലൈ 4-ാം തീയതി. ഭയങ്കര ആവശ്യം പിറന്നാളിന്. സ്കൂളിൽ കളർ ഡ്രസ് ഇട്ടതേ പോലെ എന്ത് മുട്ടായൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ കേക്കൊക്കെ മുറിക്കും. നല്ല രസമാണ്. ഇനി അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഒരുമിച്ച് ആവശ്യം. എൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് മാസം കൂടെ ഉള്ളൂ. ഹലോ, അമ്മ വിളിക്കണ, പോയിട്ട് ഉടുപ്പ് മാറി. എന്താ അവളിവിടെ കുറച്ചേരം ഇരുന്നോട്ടെ. ആ ഉടുപ്പ് മാറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു കളിക്കാം. ഞാൻ ഇത്ര നേരം എന്ത് ബോറടിച്ചായിരുന്നു ഇരുന്ന് ഇവളില്ലാത്തോണ്ട്. അതെന്താ സ്കൂളിൽ പറഞ്ഞ്? അത് ഇന്ന് അവിടെ എന്താ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ അങ്ങനെ ഞാൻ പോയി. അങ്ങനെ ഉണ്ടെങ്കിൽ ലീവ് ഉള്ള ദിവസം ഇരുന്ന് പഠിക്കുക. ഞാൻ പഠിച്ചു രാവിലെ. പിന്നെ എപ്പോഴേ കഴിച്ചു. അവള് കഴിച്ചിട്ട് വരും. അത് മരിക്കുന്ന വരെ ഉണ്ടാവും കൊല്ലത്തിൽ ഒരു ദിവസം ബർത്ത്ഡേ. ഈ മാല എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൂപ്പന് അതിന് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. അച്ഛനൊക്കെ 1-2 വയസ്സേ കൂടുള്ളൂ. സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ 2 മിഠായി ആയിട്ടാ വന്നു. എടി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കൊച്ചു രാവിലെ ഇറങ്ങുമ്പോൾ അവളെ പറഞ്ഞു വിടണം. വെളിയിൽ ആരെന്ത് കൊടുത്താലും മേടിക്കരുത്, ആരും അടുത്ത് പോയി അങ്ങനെ ഇരിക്കരുത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. പെങ്കൊച്ചാണ്, പറഞ്ഞു കൊടുക്കണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുട്ട മേടിച്ചോളൂ. ഇത് ഏട്ടാ, ഇത് ക്ലാസ്സിലൊരു കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അവര് കൊടുത്തതാ. എന്നിട്ട് ആ മിഠായി കൊണ്ട് വന്നിട്ട് തക്കടിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഓടി. എന്നിട്ട് അവിടെ വെച്ച് അവളോടും ചോദിച്ചു, അമ്മാവനോടും ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ എന്താന്ന്. അപ്പൊ എനിക്കറിയത്തില്ല, അവർക്ക് എന്തോ വിഷമമുണ്ട്. ഏട്ടനൊന്ന് ചോദിച്ചു നോക്കാം. ഒന്നും കഴിച്ചിട്ടുമില്ലേ കൊച്ച്. ഹലോ, ഉറങ്ങുന്നവരെ നമുക്ക് പെട്ടെന്ന് ഉണർത്താൻ പറ്റൂല. അല്ല, ഉറങ്ങുന്നവരെ ഉണർത്താൻ, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് എഴുന്നേക്കാൻ പറ്റൂല. ഒരാളിപ്പോ എഴുന്നേക്കാൻ വേണം, ഒരാളിപ്പോ എഴുന്നേക്കും, ഒരാളിപ്പോ എഴുന്നേറ്റ് കഴിഞ്ഞു. അമ്മേ, എന്താണ് പ്രശ്നം? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ അച്ഛൻ ഇവിടെ ഒരു ഉമ്മയും അമ്മ അവിടെ ഒരു ഉമ്മയും കൊടുക്കുമ്പോൾ ഇതങ്ങ് ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നതും ഇങ്ങനെ ആവും. നോക്കിക്കോളേ. 1 2 3. ചെറുതായിട്ടാ ഇതാണ് നമ്മളത്. അമ്മ പറഞ്ഞോളാം. അച്ഛനോട് പറയേണ്ട കാര്യം. ഇതാണ് വലിയ കാര്യം. ഇതാണ് അവിടെ സങ്കടപ്പെട്ട് ഇങ്ങനെ കിടന്നത് ക്രിസ്മസിന്. ക്രിസ്മസിനാണ് മക്കളുടെ ബർത്ത്ഡേ. യേശുദേവൻ ജനിച്ച ദിവസമല്ലേ. നമ്മളെ മക്കളുടെ ബർത്ത്ഡേ ആകുമ്പോൾ ലോകം മൊത്തം ആഘോഷിക്കും.
അങ്ങനെ ഒരു വലിയ ദിവസമാണ് മക്കളെ ബർത്ത്ഡേ. പക്ഷെ സ്കൂളിൽ പോകാൻ പറ്റൂല അല്ലേ? എന്തിനാ സ്കൂളിൽ പോകണമെന്ന്? ബർത്ത്ഡേക്ക് എന്തിനാ സ്കൂളിൽ പോകണം? ആ എന്തിനാ പോണെന്ന് പറയേ. പുതിയ ഉടുപ്പിട്ടോടൊക്കെ പോകണ്ടേ ഏട്ടാ, അതായിരിക്കും. മിഠായി കൊടുക്കണ്ടേ പിള്ളേർക്ക്? അതാണോ കാര്യം? തുറന്നു പറ. അച്ഛൻ്റെ ഉറക്കെ പറഞ്ഞ അച്ഛനോട് എന്താ കാര്യം? എന്താ ബർത്ത്ഡേക്ക് അവധിയാണ്, ഡ്രസ് ഇടാൻ പറ്റില്ല, പിന്നെ മിഠായി കൊടുക്കാൻ പറ്റില്ല, കേക്ക് മുറിക്കാൻ പറ്റൂല. ആണോ? ചിരിച്ചേ. നമുക്കൊരു കാര്യം ചെയ്യാം. ക്രിസ്മസിനാണ് നമ്മുടെ ബർത്ത്ഡേ. പക്ഷെ ആഘോഷം നമുക്ക് എപ്പോഴും ആഘോഷിക്കാമല്ലോ. നമുക്ക് നാളെ തന്നെ ആഘോഷിച്ചോളാം. അപ്പൊ ഒരു അപ്പൊ നല്ല മോള് നാളെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കും. രാവിലെ കുളിച്ച് അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് വന്ന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നേരെ സ്കൂളിൽ പോകും. വൈകുന്നേരം ഇവിടെ വരുമ്പോൾ നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാവരും വിളിച്ചു കൂട്ടി കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാടും. അല്ലേട്ടാ, അമ്മയും കൂടെ വന്നിട്ട് ആഘോഷിച്ചപ്പോഴേ. അമ്മ എവിടെ മോളെ സന്തോഷം പ്രധാനം. നാളെ തന്നെ ആഘോഷിക്കാം. നാളെ നമുക്ക് ആഘോഷിക്കാം അല്ലേ? അമ്മ വീണ്ടും ആഘോഷിക്കാം. നമുക്കിപ്പോ മക്കളെ ഇതല്ലേ സന്തോഷമായ. ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇതൊക്കെ പൂജിക്കാനൊക്കെ വന്ന എത്ര നേരമായി കനകാത് സ്കൂളിൽ പോണ്ടേ? ഓ തിരക്ക്, അമ്പലം തിരക്ക്. ഈ പൂജയും കാര്യം റെഡി ആക്കിട്ട് വേണ്ടി അച്ഛനെ കുട്ടി തൊഴുതടി. ഇരിപ്പിടം മാറിയാ ഇങ്ങോട്ടിരുന്ന ആ പൈസക്കാർക്ക് അവിടെ ഇരിക്കാനുള്ള. ഞാൻ നിങ്ങൾ വരുന്ന നോക്കിയിരുന്നതാ. കൊച്ചിന് സ്കൂളിൽ രാവിലെ കുളിച്ച് അമ്പലത്തിൽ വന്നോടായിരുന്നോ? ഏതമ്പലത്തിന് പോയി? ശിവക്ഷേത്രത്തില്. ആ പിന്നെ ദേവീക്ഷേത്രത്തിൽ ഒന്നിക്കല, അതാണ് താമസിച്ചത്. എല്ലാവരും അർച്ചനയെ കഴിപ്പിച്ച് ഭയങ്കര സന്തോഷം. റെഡിയായി? എടുത്തോ മുട്ടായൊക്കെ മേടിച്ചോ? ആ കണ്ടല്ലോ, എല്ലാ കൂട്ടുകാരെയും കൊടുക്കണം. ഇതിൻ്റെ അകത്ത് വെക്കാട്ടാ. വഴക്കൊന്നും പിടിക്കരുത്. എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുക്കണേ. മിസ്സിന് കൊടുക്കണം, മറക്കരുത്. വെള്ളം വെച്ചാല് എന്ത് പൈസ അതെ. അപ്പൊ ഉമ്മ കൊടുത്തിട്ട് ബർത്ത്ഡേ കുട്ടി ശരിപ്പെട്ടു മക്കളെ. ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷവും സൗഭാഗ്യവും സ്നേഹവും ഒക്കെ പങ്കുവെക്കാനായി വന്ന നല്ല മോളുടെ ജന്മദിനമാണിന്ന്. അപ്പൊ നമ്മൾ ഇന്നങ്ങ് ആഘോഷിക്കാൻ പോവാ അല്ലേ മക്കളെ? അപ്പൊ പറഞ്ഞോളൂ, ഹാപ്പി ബർത്ത്ഡേ പറയൂ. വീടാ നേരെ നിൽക്കൂ. ചെവി കറക്റ്റാ. ശരി നോക്കട്ടെ. പാട്ടു കേൾക്കുമോ
കനക സംഭവം എന്തായാലും അടിപൊളി. നല്ലുമോൾക്ക് സന്തോഷായി. അവളെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മളതെല്ലാം ചെയ്തേ. അടുത്ത വർഷം നമുക്ക് ഇതിന് ഗംഭീരാക്കണം കേട്ടോ. എൻ്റെ അടുത്തൊന്നും ചോദിച്ചോള്, ആ അച്ഛാ എൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന്. അവളെല്ലാരടുത്തും ചോദിച്ചു. അമ്മാനോട് ചോദിച്ചില്ലോ, എന്നോട് ചോദിച്ചു, തക്കയുടെ അടുത്ത് ചോദിച്ചു, തങ്കത്തിൻ്റെ അടുത്ത് എല്ലായിടത്തും ചോദിച്ചു എന്നാ ബർത്ത്ഡേ. എൻ്റെ അടുത്ത് വെച്ചു എനിക്കെന്താ പറയാ, പെട്ടെന്നാണ് സ്റ്റാർ ഉണ്ട്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു യേശുദേവൻ ജനിച്ച ദിവസം തന്നെ എൻ്റെ മക്കൾ ജനിച്ചത്. അതെ നന്നായി അത്. 25-ാം തീയതി ക്രിസ്മസ് ദിവസം എൻ്റെ മക്കൾ. അതെ, എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞത് ഞാൻ അവിടെ തുടങ്ങണം. നമ്മളിപ്പോ അറിയാം ഇപ്പൊ 25-ാം തീയതി പറഞ്ഞല്ലോ. എടുക്ക സംഗതി ഇത് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ വെച്ചോ. വേണം, ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം കുടിക്കുന്നതല്ല. ഇപ്പം നമ്മള് ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബർത്ത്ഡേ ജന്മദിനം, ജനിച്ച നാൾ അല്ലേ? എൻ്റെ സംശയം ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. ഈ നല്ല കൊച്ചിൻ്റെ ബർത്ത്ഡേ ഇന്നാണെന്ന് ആർക്കറിയാം? അതാ കൊച്ചിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കനകൻ ഒരു ദിവസം തീരുമാനിച്ചു. അത് അതറിയാത്ത പോലെ. അതല്ല, ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ബർത്ത് ജനിക്കുന്ന ദിവസം. ഈ ദത്തെടുത്ത കുട്ടിയുടെ ബർത്ത്ഡേ ആർക്കറിയാം? നിനക്കറിയോ? അമ്മാനറിയോ? അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് തീരുമാനിച്ചത്. അതല്ല, ആരോ പ്രസവിച്ച് എവിടെയോ വെച്ച് പ്രസവിച്ച് ആരുടെ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ നമ്മളെ അത് ആ ദത്തെടുക്കുന്ന കുട്ടിയുടെ സംഭവം അങ്ങനല്ലളിയാ. നല്ല ദിവസമാണല്ലേ? ഇതാളിയാ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. നല്ല ദിവസമാണല്ലേ? നല്ല ദിവസം തന്നെ. നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോ അങ്ങോട്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട്. കുറച്ച് വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് അതിന്റെ ബർത്ത്ഡേയുടെ ദിവസം ഇതല്ല എന്നിട്ട് അതിന് സംശയം തോന്നുന്നു. എങ്ങനെ സംശയമാണ്? നമ്മുടെ കുട്ടി നമ്മള് തീരുമാനിക്കണം. കുട്ടി കൊച്ചായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു വളരുമ്പോ ചിന്തിക്കുമ്പോ ആലോചിക്കും എൻ്റെ ബർത്ത്ഡേ ഇത് ഇതെന്ന് പറഞ്ഞാൽ അത് ദത്തെടുക്കുന്ന പിള്ളേരുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അത് ഒന്നിൽ എന്ത് ചെയ്യണം? നമ്മൾ അന്വേഷിച്ചിട്ട് ആ കറക്റ്റ് തീയതി തീരുമാനിച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ നല്ലൊരു ദിവസമാണ്. നല്ല ദിവസമാണ്, നല്ല ബിരിയാണിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എൻ്റെ തക്കളി മോളെ ബർത്ത്ഡേ ആണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. തങ്കം പ്രസവിച്ച ദിവസം എനിക്കറിയാം. ആ ദിവസമല്ല അത് വരൂ. ഞാനിപ്പോ സംസാരിച്ചതിന് വേറെ മോശമായിട്ടൊന്നും പറയില്ലല്ലോ. പക്ഷെ എന്തിനു ഇത് പറയുന്നു ഇവിടെ? അങ്ങനെ സംസാരിക്കും. ഞാൻ പറഞ്ഞോട് നല്ല ദിവസമാണത്. എടേ, നീ ബഹളം ഉണ്ടായിട്ട് കാര്യമില്ല. എന്റെ കൊച്ചിനെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ദിവസം അങ്ങനെ സംസാരിക്കില്ലേ? അത് എന്നെ അങ്ങനെ എന്റെ കൊച്ചിനെ നല്ല ദിവസമായിട്ട് അങ്ങനെ സംസാരിച്ചോ? അങ്ങനെ പറയുന്നത് പറയണം. കൊല്ലടാതെ കണ്ണു നിറഞ്ഞ ഒരു കൊച്ചിനെ കണ്ടോണ്ടാവും വലിയ ആളാവണേ. എന്നെ ഇവിടെ എനിക്കറിയാം. ഞാൻ പുറത്ത് പോയിട്ട് എനിക്ക് ഇനി അടിക്കണം. ഇനി കൊല്ലണേ എങ്ങും പോണില്ല. ഞാൻ ഇവിടെ കിടക്കും.
എന്നെ അവൻ കൊല്ലട്ടെ, ഞാൻ ഇന്ന് ഇവിടെ കിടക്കും. എന്നെ കൊല്ലണ നീ വിടറി. എന്നെ അവൻ കൊല്ലട്ടെ, ഞാൻ ഇന്ന് ഇവിടെ കിടക്കൂടാ. കൊല്ലു നീ. എങ്ങും പോലും ഞാൻ വിടല്ലോ. ചുമ്മാ അയ്യോ ഇല്ലേ അമ്മാവാ, പേടിപ്പിക്കില്ലേ? ധീരന് മരണം ഒരിക്കലേ ഉള്ളൂ. എനിക്ക് ആ ഒരുത്തിനും പേടിയില്ല. അവൻ എന്നെ കൊല്ലണം. അതല്ല, അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. നീ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട, അകത്ത് പോയി കിടക്ക്. അയ്യോ അവൻ ദേഷ്യം എനിക്കില്ലല്ലോ. എനിക്ക് ദേഷ്യമില്ലല്ലോ. ഒന്നും വിളിച്ചോണ്ട് പോടി. ഞാൻ ഇന്ന് ഇവിടെ കിടക്കും. നിങ്ങൾക്ക് സൗകര്യമുള്ള വരില്ലല്ലോ. ഇവിടെ കിടക്കും ഞാൻ. അമ്മ തങ്കം കുങ്കം വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കും. എനിക്ക് തങ്കവും വേണ്ട കുങ്കവും വേണ്ട. എനിക്ക് എന്നെ കൊല്ലണമെന്ന് കാണണം. അമ്മ പോവാൻ പാവാ. എന്നെ കൊല്ലുമ്പോഴും കൊല്ലാൻ വരട്ടെ. കൊല്ലാൻ വരുമ്പോ ഞാൻ എന്റെ കൈ ഞാൻ സിനിമയ്ക്ക് പോലും എന്റെ കൈ എന്നെ കൊല്ലാൻ വരുമ്പോ കൊല്ലറാ, എന്നെ കൊല്ലുന്നേ. കൊല്ലാൻ വരും പോലും കൊല്ലാൻ. കൊല്ലണേ കൊല്ലട്ടെ, പക്ഷേ എന്നെ കൊന്നിട്ട് എവിടെ കാണും? അങ്ങനെ ഞാൻ വെറുതെ വിടില്ല. പ്ലീറ്റോ പ്ലീറ്റോ അപ്പൂപ്പാ, 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 പ്ലീറ്റോ അപ്പൂപ്പാ. പ്ലീറ്റോ ഡാഡി എന്തേടാ? ഏ? ഡാഡിനെ കണ്ടാ? ഇല്ല, അവിടെ ഇല്ലേ? ഇല്ല. ഇവിടെയൊക്കെ കിടക്കണോക്കെ നശിപ്പിച്ച്. അമ്മാവാ എന്റെ പൊന്നോ. അമ്മാവാ കിടക്കണ കിടപ്പ് നോക്കി. അമ്മാവാ, അമ്മാവാ, ഇതെന്തി കാണുന്നത്? എന്താടി? അയ്യോ, ഞാൻ ഇവിടെ കിടന്ന് പട്ടിയും കടിച്ചിട്ട് പോകുന്നത് നന്നായി അമ്മാനെ. കുടിച്ച വയറ്റി കിടക്കാണ്ട്. പിടിച്ചടി. അവനെന്തേ? ആര്? കനകൻ. ക്ലീറ്റോ എന്തേ? ഇവിടെ ചോദിക്കാം, എൻ്റെ അവിടെ അല്ലേ? ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയത് ഞാൻ വലിച്ചിട്ട് വന്നില്ലല്ലോ. അങ്ങനെ ബോധം വേണ്ടത് എവിടെ പോയിന്നാവോ? അല്ല, അപ്പൊ ഇവിടുന്ന് നീ കൊണ്ടായില്ലേ അവനെ? ഞാൻ രാത്രി 2-3 പ്രാവശ്യം വന്ന് വിളിച്ചിട്ട് എഴുന്നേക്കണ്ട്. എനിക്ക് പൊക്കാൻ പറ്റുമോ? അങ്ങനെ അകത്തെവിടെ നോക്കി നോക്ക്. ചിലപ്പോ അവൻ്റെ കൂടെ പോയി കിടന്നുണ്ടാവും. ഞാനാ അവന്റെ കൂടെ പോയി കിടന്നുണ്ടാവും. ജമന്തി, ഇതൊന്നും എഴുന്നേറ്റില്ലേ? ജമന്തി വന്നേ. അവനെന്തേ? ക്ലീറ്റോ, ക്ലീറ്റോ, ക്ലീറ്റോനെ കണ്ടാ? ഞാൻ രാത്രി കിടക്കാൻ നോക്കിയപ്പോ ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ പോയിന്നാവോ? അവിടെ എവിടെയും ഉണ്ടാവും. ക്ലീറ്റോ, കനകൻ എന്തേ? കനകണീച്ചില്ലടി. എഴുന്നേറ്റ് ഏ? എഴുന്നേറ്റ്. കനക, കനക, ഇവന്റെ എവിടെ പോയി കിടക്കും? അവനൊന്ന് വിളിച്ചിട്ട് വന്നേ, ഒന്ന് പോയി. ഏട്ടാ, ക്ലീറ്റോ. അല്ലേ, എന്താണ് കാട്ടിക്കുട്ടി? അന്വേഷിച്ചു നടക്കുന്നു. ക്ലീറ്റ് അവിടെ അപ്പൊ അങ്ങടെ അകത്തേക്ക് വന്നില്ലേ? വീട്ടിൽ പോയി കിടന്നത്. പിന്നെ അവനവിടെ ഇരിക്കണുണ്ടോ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്? ഞാനാ ഒപ്പിച്ചു വെച്ചത്. നിനക്കൊക്കെ നീയൊക്കെ എന്ത് കാര്യത്തിനാ കനക കുടിക്കാൻ നടക്കണത്?
ഇപ്പോൾ എല്ലാവരും അതെ, സന്തോഷത്തിനാണെങ്കിലും സങ്കടത്തിനാണെങ്കിലും ഒരു കുപ്പി അങ്ങോട്ട് മേടിച്ച് അങ്ങ് കുടി അങ്ങ് തുടങ്ങും. എന്നാ കുടിച്ചിട്ട് വയറ്റി കിടക്ക്. വീട്ടിൽ പെണ്ണുങ്ങളുടെ നിന്റെ മര്യാദ എന്താ കണ്ടേ? ചൊറിഞ്ഞു വന്ന ക്ലീറ്റസ് തന്നെ യാതൊന്നും പറയണ്ട. സാധനം ഇവിടെ വന്നിട്ട് കുടിച്ചിട്ട് ഓരോന്ന് പറയാം. അവരും കണക്കായിരുന്നു, മിണ്ടായിരുന്നു. എടി ഞാൻ രണ്ടാളെ പിടിച്ചു മാറ്റിയിട്ടാ കാലിന്റെ മുട്ട് വരെ പൊട്ടി ഇവിടെ. ഞാൻ പറഞ്ഞായിരുന്നു മര്യാദക്ക് വേണ്ട 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 എന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞോളെ. ഇനി ഒരു കാര്യം കേട്ടോ, ഇനി നിങ്ങളുടെ കൂടെ കള്ളു കുടിക്കാം. ഞാനില്ല. ഇനി കള്ളുകൂടി ഇല്ലല്ലോ ഈ വീട്ടിൽ. ഇനി സന്തോഷമായിരുന്നു നാത്തൂനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങിയെല്ലാം കൂടെ. നാണാവില്ലല്ലോ. ഇതെന്താ ഈ കിണറിന്റെ നെറ്റ് മാറ്റി വെച്ചേക്കുന്നേ? വെളിവില്ലാണ്ട് ചാടിയോ? നീ ഇന്നലെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒപ്പിച്ചോടാ. നീ അവനെ കൊല്ലുന്ന് പറഞ്ഞല്ലേ? നല്ല കയ്യബദ്ധം പറ്റിയാ. നോക്കിയടി കാണാത്തില്ലോടാ. നീ കിടക്കുവോ? എവിടെ ഇങ്ങനെ വിട്ട് കിടക്കണ പിന്നെ വിട്ടെടുക്കാൻ ആളാനാഥാണ് അർത്ഥം. നീ എന്നോട് ചോദിച്ചാ ഇന്നലെ പിന്നെ എങ്ങാനും വന്നിട്ട് വല്ല വെക്കണണ്ടായ? ഞാൻ അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. ഞാൻ അപ്പോൾ കിടന്ന് ഉറങ്ങിയല്ലേ. അപ്പൊ ഇവിടെ രണ്ടാമത് വന്നല്ലോ. നാത്തൂനറിയാൻ വാതിലടക്കാൻ വേണ്ടിട്ട് വന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ക്ലീറ്റ് വെച്ചിട്ട് പുറത്തും കിടക്കണം, അമ്മാവന്റെ വരാന്തയിലും കിടക്കണം. പിന്നെ എന്തിനാ പൂട്ടണെന്ന് വെച്ചിട്ട് ഞാൻ അകത്തോട്ട് കയറിപ്പോയി. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നടന്ന ക്ലീറ്റ് എന്താ ഞാൻ ചോദിക്കണേ? നീ എന്നോട് ഞാൻ എടുത്തൊരു ഭാഗത്ത് വെച്ച് കിടത്തിയാ? നീ വിളിച്ചിട്ട് വന്നില്ലല്ലോ. എടാ നീ ഒന്ന് ആലോചിച്ചോക്ക്. നീ വല്ല എന്തെങ്കിലും പിന്നെ വല്ല കാണിച്ചാ? വല്ല തല്ലും പിടിയോ വിഷമം എന്തെങ്കിലും ഉണ്ടാക്കിച്ചോന്നായി ചോദിക്കുന്നത്. അറിയാത്ത കാര്യം പറയരുത്. ആവശ്യമില്ലാത്ത അറിയാത്ത കാര്യമൊന്നുമില്ല. തമാശകളി നിർത്തുക. എന്താണോ ഉണ്ടായതെന്ന് എന്നോട് സത്യം പറ. നാത്തൂന് ഏട്ടന് അപ്പൊ തന്നെ ഉറങ്ങിപ്പോയി. അപ്പൊ തന്നെ ഒന്നും ഉറങ്ങൂല. കള്ളു കുടിക്കുന്നവന് ആദ്യമൊന്നും അല്ലല്ലോ. നല്ല വാശി ഉണ്ടായിരുന്നു നിനക്ക്. ഒന്നും അറിയാത്ത പോലെ കാണിക്കില്ലേ കനക? നീ എന്താ പെണ്ണെ പറഞ്ഞ? എനിക്ക് അറിഞ്ഞൂടെ. എന്ത് ബോധമില്ലാത്തവനെ അമ്മ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കരുത്. ഞാൻ പിന്നെ അമ്മാവൻ കണ്ടല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി പോണത്. എടി ഞാൻ ബോധമില്ലാണ്ട് കിടന്നുറങ്ങിയതല്ലേ. പിന്നെ എന്തെങ്കിലും നടന്നോന്ന് ചോദിച്ചു. ബോധമില്ലാത്തവനെ സംസാരിക്കണം. അവളെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യോ? അന്വേഷിക്കാം. എവിടേക്കാലും പോയിട്ടുണ്ടാവും. ചിലപ്പോ അവനും ബോധം കിട്ടങ്ങളിൽ പോയതാണെങ്കിലോ. ആരെ വിളിക്കാൻ? അവന്റെ ഫോൺ പഠിക്കാൻ പറഞ്ഞില്ലേ? അവന്റെ ഓരോ വായി നോക്കി കൂട്ടാൻ പറഞ്ഞല്ലോ. നീ രാത്രി അമ്മനെ കാണാൻ പോയില്ല. തങ്കം എന്തൊരു കഷ്ടം. ഇവിടെ നടന്നേ? മൂത്രം ഇതിന്റെ മേലാണ് ഒഴിക്കുന്നത്. ആ നാട്ടുകാർ ഒഴിച്ചോളൂ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ, ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞപ്പോ ഭാര്യ ബോധം കെട്ടതാ. Versus Alien.